കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് വിഷം കഴിച്ച് മരിച്ചത്. വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നുണ്ട്. വിജിൻ, സമഗ്ര വിവരങ്ങൾ. ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, എന്തായിരുന്നു മോൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പണം തിരികെ ലഭിക്കാത്തതിലെ കാര്യം നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നോ? അവളോട് പറയാല്ല, അവളോട് ചോദിച്ചാൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയണത് നാളെ തരാം, മറ്റാ തരാം, ഒരാഴ്ച കഴിഞ്ഞ് തരാം, രണ്ടാഴ്ച തരാം, അങ്ങനെ പറഞ്ഞ് അവസാനം കണ്ടിക്കായപ്പോഴാണ് വീട് ഇനിയിപ്പോൾ മഴക്കാലം അടുത്ത് അത് ഷീറ്റെങ്കിലും വാങ്ങിച്ചിട്ട് എല്ലാം മോട്ടോടൊക്കെ വന്ന് ഇതിൻ്റെ പുറത്ത് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. വീട് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയണം, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ നിൻ്റെ സൗകര്യം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. പൈസ ഇല്ല, എന്നിട്ട് സൗകര്യം പോലെ ചെയ്യുന്നത് ബാങ്ക് മാനേജർ പറഞ്ഞേക്കണം. അതുകൊണ്ട് ബാങ്ക് മാനേജർ കൊന്നത് അറിഞ്ഞു വെച്ചോണ്ട് മരിച്ചതല്ല, ബാങ്കുകാർ കൊന്ന്. ഇതിനെല്ലാത്തിനും ബാങ്കുകാരുടെ ഒന്ന് കൊല്ലാൻ പറയും, വളർത്തിയെടുക്കാൻ. കല്യാണ ആവശ്യത്തിനൊരു കൊണ്ടിട്ടപ്പം വീടാണ് തകർന്നുകൊണ്ട് പോണത്. വീട് നിങ്ങൾ 4 ദിവസം നോക്കി കഴുക്കോലൊക്കെ കൊണ്ട് ഊന്ന് കൊടുത്താണ് തട്ടിട്ടവരെയൊക്കെ നിർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം അതെന്നോട് പറഞ്ഞ് അതെ പൈസ എടുത്ത് ഷീറ്റിടാമെന്ന്. എന്തായാലും വീട് ഇപ്പം ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, വളരെ കുറേ പണിയൊക്കെ ബാക്കിയുണ്ട്. ഇതൊക്കെ ഒന്ന് പുതുക്കി പണിയണം എന്ന ആഗ്രഹത്തിലായിരുന്നു കുറേ വർഷങ്ങളായി സ്വരൂപിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാനായി സോമശേഖരൻ ബാങ്കിനോട് നിരന്തരം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പണം തിരികെ ലഭിച്ചില്ല. മകളുടെ കല്യാണാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മഴക്കാലത്തിന് മുമ്പ് തന്നെ വീട് റിനോവേറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാങ്കിൽ താൻ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാനായി സോമശേഖരൻ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. അതെല്ലാം നടക്കാതെ വന്ന ഒരു സങ്കടത്തിൽ, വിഷമത്തിലാണ് ഈ തൊട്ടടുത്ത മക്കൾ രണ്ടുപേരും ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് തൊട്ടടുത്ത വാഴത്തോപ്പിൽ വിഷം കഴിക്കുന്നത്. ശരി വിജിൻ.